ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട് ടിപ്സ്. ഞാൻ അനിൽ. നമ്മുടെ മൊബൈലിൽ നമ്മുടെ വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ നമുക്ക് മൊബൈലിൽ രണ്ടായിട്ട്, ഉദാഹരണത്തിന് നമുക്ക് രണ്ട് ഫേസ്ബുക്ക് ഐ ഡി കാണും. ആ രണ്ട് ഫേസ്ബുക്ക് ഐ ഡി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ ഒരു ഫേസ്ബുക്ക് ഐ ഡി നമ്മൾ ലോഗൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളതിൽ മാറി മാറി യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് രണ്ട് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വാട്സപ്പ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു സംവിധാനത്തിൽ നമ്മുടെ മൊബൈലിൽ തന്നെ കാലങ്ങളായിട്ടുള്ള ഒരു ചെറിയ സംവിധാനം നമ്മുടെ മൊബൈലുണ്ട്. നമ്മൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന മൊബൈലിൽ മറ്റ് ആപ്ലിക്കേഷനുകളുടെ സഹായമില്ലാതെ തന്നെ ഈ പറഞ്ഞ നമ്മളുടെ മൊബൈലിൽ തന്നെ ഈ ഫീച്ചറുണ്ട്. ഒട്ടുമിക്ക ഫോണുകളിലും ഈ ഫീച്ചർ ഇപ്പോൾ അവൈലബിൾ ആണ്. കാരണം എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകളിലും ഇത്തരത്തിലുള്ള ഫീച്ചറുകളോട് തന്നെയാണ് ഫോണുകൾ വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഫീച്ചർ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന് നമ്മളുടെ മൊബൈൽ, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന വെച്ചാൽ സാംസങ്ങിൻ്റെ ഫോണാണ് യൂസ് ചെയ്യുന്നത്. ഇതല്ലാതെ മറ്റ് ഫോണുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഹുവായി ആയിക്കോട്ടെ, അങ്ങനെ പലതരത്തിലുള്ള അല്ലെങ്കിൽ പല ഫോണുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ. ഇത്തരത്തിലുള്ള ഫോണുകളിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫീച്ചർ പലപ്പോഴും ട്വിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ, അല്ലെങ്കിൽ ക്ലോൺ എന്ന് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് കാണുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ട്വിൻ എന്ന് പറയുന്ന ആ ഒരു സാധനം, അതായത് അല്ലെങ്കിൽ ക്ലോൺ എന്ന് പറയുന്നത്, ഇതെല്ലാം തന്നെ രണ്ട് തരത്തിലുള്ള രണ്ട് ആക്കുന്നതിനുള്ള സംവിധാനത്തെക്കുറിച്ചാണ്. ഇപ്പോൾ സാംസങ്ങിലാണെങ്കിൽ ഇത് ഡ്യുവൽ മെസ്സഞ്ചർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഈ പറയുന്നത്. അത് നമ്മുടെ മൊബൈലിൽ തന്നെ ജസ്റ്റ് സെറ്റിംഗ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ, മൊബൈലിൽ ഇപ്പോൾ ഞാൻ സെറ്റിംഗ്സ് എടുത്തിട്ടുണ്ട്, അതിൽ അഡ്വാൻസ്ഡ് ഫീച്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഫോണിൽ ഇപ്പോൾ ഞാൻ താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഡ്യുവൽ മെസ്സഞ്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈലൊരു അടുത്തൊരു ഇൻ്റർഫേസ് വരും. അതിനകത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഓൾറെഡി ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതായത് ട്രോൾ പേജ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് കാണുന്നതിനായിട്ട് ഞാനൊരു ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫേസ്ബുക്ക് എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിസേബിൾ ചെയ്യുന്ന ഓപ്ഷനൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടാതെ തന്നെ സ്വാഭാവികമായിട്ടും എനിക്കിപ്പോൾ ഞാൻ അത് ഡിസേബിൾ ചെയ്യുന്നില്ല. വാട്സപ്പ് ഒരെണ്ണം നമ്മൾ സെപ്പറേറ്റ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണം. എൻ്റെ ഒരു വാട്സപ്പ് ഉള്ളത് കൂടാതെ വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ആ വാട്സപ്പിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, ആ സിമ്പിളിൻ്റെ സൈഡിലുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഇൻസ്റ്റാൾ ആയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഫോണിൽ തന്നെ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എക്സ്ട്രാ വാട്സപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ എക്സ്ട്രാ ക്രിയേറ്റ് ആയിട്ടുള്ള വാട്സപ്പ് എന്ന് പറയുന്നത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു തൊട്ടടുത്തുള്ള പേജിലേക്ക് ഒന്ന് കൊണ്ടുപോയി കാണിച്ചില്ല. ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് വാട്സപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നോർമലായിട്ട് എൻ്റെ വാട്സപ്പ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് നമ്മൾ എഗ്രി കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം ആണ് അടുത്തത് നമുക്ക് അതിന് ചെയ്യാനുള്ളത്. ഞാനത് വേറെ നമ്പർ കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ വേറൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതായത് താഴെയായിട്ട് നമുക്കിവിടെ സെപ്പറേറ്റ് കോൺടാക്ട്സ്, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്നതിന് അല്ലാതെയുള്ള കോൺടാക്ട്സ് ആണ് ഫേസ്ബുക്കിൽ അല്ലെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആപ്പിലേക്ക് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ഒന്നും തന്നെ അതിൽ വരില്ല. അപ്പോൾ അതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് ഏതൊക്കെ കോൺടാക്ട്സ് ആണ് അതിൽ വരേണ്ടതെന്നൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കുകയാണ്. കാരണം എനിക്ക് സെയിം കോൺടാക്ട് തന്നെ എനിക്ക് ആ വാട്സപ്പിൽ, ഞാൻ അടുത്ത യൂസ് ചെയ്യുന്ന വാട്സപ്പിലും വേണമെന്നുള്ളത് തന്നെ അത് ഓഫ് ചെയ്ത് വയ്ക്കുകയാണ്. ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാം. അതായത് ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക, അൺഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ അത് അൺഇൻസ്റ്റാൾഡ് ആവും. ഇതാണ് നമ്മൾക്ക് ഇന്ന് പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ തന്നെ ഈ പറഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ നമ്മളുടെ സബ്സ്ക്രൈബ് ബട്ടൺ. അതല്ലെന്നുണ്ടെങ്കിൽ ചാനലിലെ പേജിൽ ഒന്ന് പോവുക, ബാക്കി വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.